ഹലോ ഗൈസ്, ഇന്ന് ഒരു സൺഡേ ആണ്. അപ്പോൾ ഇന്ന് ഞങ്ങളെ സൺഡേ സ്പെഷ്യൽ എന്താണ്? ചിക്കൻ മദ്ഹൂത്ത്. എന്താണ്? യെസ്, ചിക്കൻ മദ്ഹൂത്ത്. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. നമ്മളിന്ന് മന്തി റൈസിൻ്റെ ഒരു കിറ്റാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ റൈസ് ഞങ്ങൾ ഇതിൽ എല്ലാതും ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് വെച്ചിട്ടാണ് വീഡിയോ നോക്കിയപ്പോൾ ഇതിലുള്ള സാധനങ്ങളൊക്കെയാണ് വേണ്ടത്. അപ്പോൾ വിചാരിച്ചു എന്നാൽ ഇങ്ങനെ ഒരു ഇത് വാങ്ങാമെന്ന്. ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഇത് വാങ്ങുന്നത്, ഒന്ന് നോക്കട്ടെ. എന്തായാലും ഈ ഒരു പാക്കിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ബെസ്റ്റ് ഒരു ഓപ്ഷൻ തന്നെയാണ്, കാരണം ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അച്ചാറും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പാക്ക്. അപ്പോൾ ഇനി മദ്ഹൂത്ത് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാനിലേക്ക് കുരുമുളക്, വലിയ ജീരകം, ഏലക്കായ, ചെറിയ ജീരകം, പിന്നെ ഗ്രാമ്പു, കറുകപ്പട്ട, മല്ലി ഇവയെല്ലാം ഇട്ടിട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ചൂടാറി കഴിയുമ്പോൾ ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ഇത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞങ്ങളിവിടെ 4 പീസ് എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഈ പൗഡർ ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് നാരങ്ങാനീരും ഉപ്പും ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 1 hour ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോഴേക്കും ചിക്കനിൽ നല്ലപോലെ മസാല പിടിച്ചിട്ടുണ്ടാവുമേ. അത് കട്ട് ചെയ്യണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കാര്യമായിട്ട് വേണ്ട വെജിറ്റബിൾസ് സവാളയും അതുപോലെ തന്നെ ക്യാപ്സിക്കാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ചെറിയ ചെറിയ സ്ക്വയർ പീസ് പോലെ നമുക്ക് കുറച്ച് അരിഞ്ഞെടുക്കാം. ഉള്ളി അരിഞ്ഞാണ് എങ്ങനെ അറിയണത്? ഇടയ്ക്ക് ഉള്ളി കരിയണം. ഇനി നമുക്ക് റെഡിയാക്കാം. അതിന് വേണ്ടി ആദ്യം ഒരു കുക്കറിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എന്താ പറയുക, ക്യാപ്സിക്കും, ഉള്ളി, ഡ്രൈ ലെമണും മാഗി ക്യൂബ്സും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അത് അതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു കുക്കർ വെച്ച് കൊടുക്കുന്നുണ്ട്. കുക്കർ ചൂടായി വരുന്ന സമയത്ത് കുറച്ചധികം നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും ക്യാപ്സിക്കും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഡ്രൈ ലെമണും അതുപോലെ തന്നെ ഒരു മാഗി ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ക്യാപ്സിക്കും സവാളയൊക്കെ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത്, ഓവറായിട്ട് വഴറ്റണ്ട കേട്ടോ, കുറച്ചൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കനില്ലേ അത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ചിക്കൻ ഇതിലേക്ക് കിടന്നിട്ട് തന്നെ വേവണം കേട്ടോ. അപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. നമുക്കിതിനൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. വിസിൽ അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ജസ്റ്റ് അടച്ചു വെച്ചേ ഉള്ളൂ. അപ്പോൾ ചിക്കൻ അവിടെ വേവുമ്പോഴേക്കും ഞാൻ കുറച്ച് അരി വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. അതൊക്കെ സെറ്റായി വന്നപ്പോഴേക്കും ഇതാ ചിക്കൻ നന്നായി വെന്തിട്ടുണ്ടായിരുന്നേ. നല്ല സ്മെല്ലായിരുന്നു കേട്ടോ, നല്ല അടിപൊളി സ്മെല്ലാണ്. പിന്നെ നമ്മൾ കുക്കറിൽ നിന്ന് എല്ലാ പീസും എടുത്തിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി. ഇപ്പം ഇതിൽ ആ ഗ്രേവി ഉണ്ട് കേട്ടോ. ഇനി ഈ ഗ്രേവിയിലേക്കാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതായിട്ടില്ല, കുറേ സമയമായി. വിശക്കുണ്ട്. അങ്ങനെ അതാ വെള്ളം തിളച്ചു. അപ്പം നമ്മളിതിലേക്ക് അരി ഇട്ട് കൊടുക്കുകയാണേ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഒരു വിസിലടുപ്പിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ കുക്കർ അടച്ചു വെച്ചു. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് അറിയോ? സാലഡാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സാലഡ് റെഡിയാക്കാം. സാലഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് സവാളയും അതുപോലെ തന്നെ ക്യാരറ്റും കുറച്ച് വിനെഗറും അതുപോലെ തന്നെ പച്ചമുളകും ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത്, ഒരു പാനിലേക്ക് ഇതാ അല്പം നെയ്യ് വീണ്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, ആ ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു വിസിലടിച്ചിട്ട് നമ്മൾ കുക്കർ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അതാ തുറക്കുകയാണേ. അപ്പോൾ കണ്ടോ എല്ലാം നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ ആ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കാതെ നമുക്ക് ഈ കുക്കർ ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കാം.
അങ്ങനെ മണിക്കൂറുകൾക്ക് ശേഷം ഞങ്ങളുടെ ചിക്കൻ മദ്ഹൂത്ത് അല്ലേ, പേര് പറഞ്ഞോ, മദ്ഹൂത്ത് റെഡി ആയിട്ടുണ്ട്. നോക്കട്ടെ പോയിട്ട് വായോ. സംഭവം അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ നല്ല സ്മെല്ലും വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് ഇങ്ങനെ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അതാ ഞങ്ങളിതാ ഒരു പ്ലേറ്റിലേക്ക് വിളമ്പിയിട്ട് ചിക്കനൊക്കെ അതിൻ്റെ മുകളിൽ വെച്ചു. കുറച്ച് ഭംഗി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നാരങ്ങയും കുറച്ച് മല്ലിയിലൊക്കെ അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടേ. ഫൈനലി സംഭവം റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇത് നമുക്ക് കഴിക്കാം. അപ്പോൾ അധികം ക്ഷമ ഉണ്ടായിരുന്നില്ല, കാരണം അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കി വന്നപ്പോഴേക്കും. അപ്പോൾ ഞങ്ങളിതാ കഴിച്ചു നോക്കുകയാണ് കേട്ടോ. ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ, എൻ്റെ അമ്മ എനിക്ക് ഇൻസ്റ്റയിൽ അയച്ചു തന്നതാണ് കേട്ടോ. ഒന്ന് ഉണ്ടാക്കി നോക്ക് പറഞ്ഞിട്ട്. എനിക്ക് ഇൻസ്റ്റയിലൊരു ഫുഡിൻ്റെ പേജ് ഉണ്ട്, അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞിട്ട് അയച്ചു തന്നതാണ്. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ ഒരു വെറൈറ്റി ടേസ്റ്റ്. നമ്മളെപ്പോഴും ബിരിയാണിയൊക്കെ അല്ലേ ഉണ്ടാക്കല്, അതിന് കുറച്ച് വ്യത്യസ്തമാർന്ന ടേസ്റ്റ്. ഇഷ്ടപ്പെട്ടോ? ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതെന്തായാലും സക്സസ് ആയേ. ഇനി അടുത്ത എന്താ ഉണ്ടാക്കണ്ടേ? ഓക്കെ, ഒരു ചിക്കൻ 65 ഷവർമ ഉണ്ടായിരുന്നു അല്ലേ നമ്മൾ. അപ്പം ഇനി നെക്സ്റ്റ് വീഡിയോയിൽ അതായിട്ട് വരാം. ബൈ. അപ്പം ഇതൊന്ന് കഴിക്കട്ടെ. അപ്പോൾ സംഭവം എന്തായാലും അടിപൊളിയായിരുന്നു. വീട്ടിൽ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.